ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പ്ലാറ്റി ഫിഷുകളെയാണ്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി എല്ലാ പെറ്റ് ഷോപ്പുകളിലും കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാറ്റികൾ. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 4 പെയറോളം വരുന്ന പ്ലാറ്റി ഫിഷുകളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റി ഫിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പികളെ പോലെ തന്നെ തീരെ ചെറിയ സൈസ് വെക്കുന്ന ഫിഷുകളാണ് പ്ലാറ്റികൾ. മാത്രമല്ല നമ്മുടെ ഗപ്പികളെയൊക്കെ പോലെ തന്നെ പ്രസവിക്കുന്ന ഒരു ഫിഷാണ് പ്ലാറ്റി. അതേപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് പ്ലാറ്റി ഫിഷുകൾ. ആക്രമണ സ്വഭാവം ഇല്ലാത്ത ഫിഷുകളാണ് പ്ലാറ്റികൾ. അതുകൊണ്ട് തന്നെ ഏതൊരു മത്സ്യത്തിന്റെ കൂടെ വേണമെങ്കിലും പ്ലാറ്റി ഫിഷുകളെ വളർത്താനായി സാധിക്കും. അതേപോലെ തന്നെ ഇവയുടെ ബ്രീഡിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മെയിൽ ഫിഷിന് 2 ഫീമെയിൽ ഫിഷ് എന്ന റേഷ്യോയിൽ ഇടാവുന്നതാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും പ്ലാറ്റി ഫിഷുകൾ പ്രസവിക്കുന്നതാണ്. ഒറ്റ പ്രസവത്തിൽ ഏകദേശം 30 മുതൽ 40 കുട്ടികളെ വരെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൽ ഫിഷിന്റെ വയറിനു താഴെയായി കൂർത്ത ഒരു ഫിൻ ഉണ്ടായിരിക്കും. എന്നാൽ ഫീമെയിൽ ഫിഷിന്റേത് റൗണ്ട് ഷേപ്പിലുള്ള ഫിൻ ആയിരിക്കും. ഇനി നമ്മുടെ പ്ലാറ്റി ഫിഷുകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. പ്ലാറ്റി മത്സ്യം ഒരു അലങ്കാര മത്സ്യമാണ്. ഇവയെ പ്രധാനമായും അക്വേറിയങ്ങളിൽ വളർത്തി വരുന്നു. ഇവയുടെ ജന്മദേശം മധ്യ അമേരിക്കയും തെക്കൻ മെക്സിക്കോയുമാണ്. പ്രധാനമായും 2 തരം പ്ലാറ്റികളുണ്ട്, തെക്കൻ പ്ലാറ്റിയും വാരിയാറ്റസ് പ്ലാറ്റിയും. ഇന്ന് അക്വേറിയങ്ങളിൽ കാണപ്പെടുന്ന മിക്ക പ്ലാറ്റികളും ഇവയുടെ സങ്കര ഇനങ്ങളാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സിഫോഫോറസ് എന്നാണ്. അതേപോലെ തന്നെ ഇവ പോയിസിലിഡേ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇവയുടെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം 7 സെന്റിമീറ്റർ വരെയാണ്. അതായത് 2.8 ഇഞ്ച് വരെ ഇവയ്ക്ക് വലുപ്പം വെക്കും. പ്ലാറ്റികൾ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവയാണ്. ഇവ മറ്റ് അക്വേറിയ മത്സ്യങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നവയാണ്. അതേപോലെ തന്നെ നല്ല വെളിച്ചവും നീന്താനുള്ള സ്ഥലവും ചെടികളും അക്വേറിയത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി ഇവയുടെ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ പ്ലാറ്റി മത്സ്യങ്ങൾ എല്ലാം തിന്നുന്നവയാണ്. ചെടികളും ഇവ ആഹാരമാക്കാറുണ്ട്. ഉഷ്ണമേഖല അക്വേറിയങ്ങളിൽ പ്ലാറ്റികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, നീല, മഴവിൽ നിറത്തിലുള്ളത്, അതായത് നിറങ്ങളുടെ സംയോജനം, പിന്നെ വെള്ള എന്നിങ്ങനെ നിരവധി വ്യത്യസ്ത വർണ്ണ വ്യതിയാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അക്വേറിയത്തിലെ ജല പാരാമീറ്ററുകൾ തൃപ്തികരമാണെങ്കിൽ പ്ലാറ്റികൾ സാധാരണയായി ഏകദേശം 3 വർഷം വരെ ജീവിക്കും. ഇനി ഏകദേശം 15 തരം പ്ലാറ്റികളെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. ബ്ലൂ മിക്കി മൗസ് പ്ലാറ്റി, ഗോൾഡ് വാക്ടെയിൽ പ്ലാറ്റി, ഗോൾഡ് ടിൻബാർ പ്ലാറ്റി, മെറ്റാലിക് ഗ്രീൻ ലാന്റേൺ പ്ലാറ്റി, പാണ്ട പ്ലാറ്റി, റെയിൻബോ വാക്ടെയിൽ പ്ലാറ്റി, ഹൈഫിൻ പ്ലാറ്റി, സൺസെറ്റ് പ്ലാറ്റി, ടെക്സിഡോ ഗോൾഡ് പ്ലാറ്റി, ബ്ലാക്ക് ഹാംബർഗ് പ്ലാറ്റി, ഗോൾഡൻ ഗ്രീൻ ടാക്സിഡോ വാക്ടെയിൽ പ്ലാറ്റി, ഗോൾഡ് റെഡ് പ്ലാറ്റി, റെഡ് വാക്ടെയിൽ പ്ലാറ്റി, ടെക്സിഡോ പ്ലാറ്റി, റെയിൻബോ പിൻടെയിൽ പ്ലാറ്റി എന്നിവയൊക്കെ ഇന്ന് മാർക്കറ്റുകളിൽ കണ്ടുവരുന്ന പ്ലാറ്റി ഇനങ്ങളാണ്. പ്ലാറ്റികൾ സർവ്വഭുക്കുകളാണ്. ഇവ വിവിധ തരം ആൽഗകൾ, പായലുകൾ, മറ്റ് സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ അശേരുക്കൾ, ലാർവകൾ എന്നിവ തിന്ന് സമയം ചിലവഴിക്കുന്നു. ഈ ചടുലമായ ഇനം കൂട്ടമായി നീന്താൻ ഇഷ്ടപ്പെടുന്നു. ഇത് ശുദ്ധജല അക്വേറിയത്തിൽ അവയെ വേറിട്ട് നിർത്തുന്നു. പ്ലാറ്റികൾക്ക് വ്യത്യസ്ത താപനിലകളിൽ അതിജീവിക്കാൻ കഴിയും. പക്ഷേ അവ തണുത്ത വെള്ള മത്സ്യങ്ങളല്ല. മിതശീതോഷ്ണ അന്തരീക്ഷം അല്ലെങ്കിൽ മുറിയിലെ താപനിലയുള്ള അക്വേറിയങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളിൽ പ്ലാറ്റികൾക്ക് അതിജീവിക്കാൻ കഴിയും. കൂടാതെ 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള അക്വേറിയങ്ങളിൽ അവ വളരുകയും ചെയ്യും. പ്ലാറ്റി കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ പക്വത പ്രാപിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടബുകളെല്ലാം ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാറ്റി ഫിഷുകളെ എല്ലാം നമ്മൾ വേറൊരു കുപ്പിക്കകത്തിട്ട് വളർത്താനാണ് പോകുന്നത്. ഇനി നമ്മുടെ പ്ലാറ്റി ഫിഷിനെ കുറിച്ചല്ലാതെ മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായി പോകുന്നത്. പരമ്പരാഗത രീതിയിൽ മത്സ്യങ്ങൾ ഉറങ്ങുന്നില്ലെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മിക്ക ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ വിശ്രമവേളയിലേക്ക് പോവുകയും നിശ്ചലമായി തുടരുകയും ശ്വസന നിരക്ക്, ഉപാപചയ നിരക്ക് എന്നിവ കുറയുകയും ചെയ്യുന്നു. ഇത് നല്ല ആരോഗ്യവും രോഗപ്രതിരോധവും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലാറ്റി ഫിഷുകളെ എല്ലാം ഈ ഒരു ബോട്ടിലിട്ടാണ് നമ്മൾ വളർത്താനായി പോകുന്നത്. പ്ലാറ്റി ഫിഷുകൾ വളരെ ചെറിയ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഇവർക്കൊരു പ്രശ്നമായി വരില്ല. അതേപോലെ തന്നെ വളരെ ജിജ്ഞാലുസുക്കളായ വ്യക്തിത്വമുള്ള ഇവ ടാങ്കിന്റെ എല്ലാ തലങ്ങളിലും പരിവേഷണം നടത്തും. നാനോ ടാങ്കുകൾക്കും ഇവ അനുയോജ്യമാണ്. സാധാരണയായി ഏകദേശം 4 അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ നീളമാണ് ഇവയ്ക്കുള്ളത്. എന്നാൽ പെൺമത്സ്യങ്ങൾ അല്പം വലുതായി വളരുന്നു, പരമാവധി 8 സെന്റിമീറ്റർ വരെ. അതേപോലെ തന്നെ ഇവയ്ക്ക് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില സഹിക്കാൻ കഴിയും.
ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റുകളെ എല്ലാം ഇത്രയും ചെറിയ പാത്രങ്ങളിൽ വളർത്തുമ്പോൾ വീക്ക്ലിയിൽ ഒരു തവണയെങ്കിലും വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ പ്ലാറ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ പ്ലാറ്റുകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.